സമുദായത്തിന്റെയും നാടിന്റെയും പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള വളരെ ശരിയായ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സംഘടനാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നിങ്ങളൊക്കെ ഓരോ മഹല്ലുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അവിടുത്തെ മദ്രസ ഭാരവാഹികളാകേണ്ട ആളുകളാണ്, മഹല്ല് ഭാരവാഹികളാകേണ്ട ആളുകളാണ്, അവിടുത്തെ സ്ഥാപന ഭാരവാഹികളാകേണ്ട ആളുകളാണ്. നമ്മുടെ നാട്ടിലെ ചുറ്റുപാടുകളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദീനീ പ്രബോധന മേഖലയെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന് സംഘടനാ രംഗത്ത് അത്തരം മേഖലകളെയൊക്കെ പല രീതിയിൽ വളരെ ദുരുദ്ദേശപൂർവ്വം വളച്ചൊടിക്കാനും തിരിച്ചുപിടിക്കാനും അതിനെ സമസ്തയുടെ താല്പര്യങ്ങൾക്കപ്പുറം മറ്റു ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ പല പോഷക സംഘടനകളെ പോലും ദുരുപയോഗം ചെയ്യുന്നു എന്ന വളരെ ദയനീയമായ കാഴ്ച നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദരണീയരായ ഉസ്താദുമാരും നമ്മുടെ നേതൃത്വവും ഒക്കെ അതിൽ കണിശമായ ഒരു സമീപനം സ്വീകരിച്ച് തീരുമാനമെടുത്തുകൊണ്ട് പ്രഖ്യാപിക്കാൻ അവർക്ക് ശേഷിയും കഴിവില്ലാത്തതുകൊണ്ടല്ല, പരമാവധി ക്ഷമിച്ചും സഹിച്ചും ഇതെല്ലാം നല്ല രീതിയിൽ ഒരു പര്യവസാനം ഉണ്ടാകുമെന്ന പ്രാർത്ഥനയോടുകൂടി അതിനുവേണ്ടി അവർ പരമാവധി ക്ഷമിച്ച് നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പൊട്ടലും ചീറ്റലും പ്രയാസങ്ങളും സമൂഹത്തിൽ അതിൻ്റെ പേരുള്ള നമ്മുടെ അനാവശ്യമായ ഒരുപാട് നമ്മുടെ സമയവും ഊർജവും പണവും സമ്പാദ്യവും ഒക്കെ അത്തരം വഴികളിലേക്ക് തിരിച്ചുവിടേണ്ടി വരും. അപ്പൊ ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം ഇതന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഏതെങ്കിലും കുബുദ്ധികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നല്ല ബുദ്ധിയും ബോധവും തിരിച്ചു വരും. അതൊക്കെ ആത്യന്തികമായിട്ട് സമസ്തയുടെ നല്ല നിലപാടിലേക്കും നല്ല ചുറ്റുപാടിലേക്കും തിരിച്ചു വരുമെന്ന പ്രത്യാശയോടുകൂടി ഒരു കണിശമായ സമീപനം സ്വീകരിക്കാതെ അവർ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ മഹല്ല് സംവിധാനങ്ങളെ, നമ്മുടെ മദ്രസ സംവിധാനങ്ങളെ, അതിൻ്റെ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് തെരഞ്ഞെടുപ്പുകളും സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാലും അവിടെയൊന്നും ബിദഅി പ്രസ്ഥാനങ്ങൾക്ക് കടന്നു വരാൻ ഒരു പഴുതും കൊടുക്കാൻ പാടില്ല. അത്തരം ബിദഅി പ്രസ്ഥാനങ്ങൾക്ക് നുഴഞ്ഞു കയറാനുള്ള വേദികളായി സമസ്തയുടെ ഒരു പോഷക സംഘടനയും മാറാൻ പാടില്ല. ബിദഅി പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, മഹല്ലുകളെ നിയന്ത്രിക്കുന്ന ആളുകൾ, ഉമറാക്കളെ നിയന്ത്രിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോകളും ചിത്രങ്ങളൊക്കെ കാണുന്ന സമയത്ത് സാമാന്യ ജനങ്ങൾക്കെങ്കിലും ബോധ്യം ഉണ്ടാവണം. ഇതിനൊക്കെ പറ്റുന്ന ആളുകളാണ്, നമ്മൾ പറ്റുന്ന ആളുകളാണെന്നോ അല്ലെന്നോ നമ്മൾ വിധി എഴുതണ്ട. പക്ഷെ സാമാന്യ ജനങ്ങൾക്കെങ്കിലും അങ്ങനെ ഒരു ബോധ്യവും ബോധമൊക്കെ ഉണ്ടാകുന്ന ആളുകളെയാണ് നിർത്തേണ്ടത്. അല്ലെങ്കിൽ അതും ആ സംവിധാനത്തിന് മാത്രമല്ല, അതൊക്കെ സംഘടനാപരമായിട്ട് വലിയ ക്ഷീണമുണ്ടാക്കും. പൊതുസമൂഹത്തിൽ നമ്മൾ അപഹാസ്യരായിട്ട് മാറുകയാണ്. അപ്പൊ അത്തരം